ഹാലേലൂയ. യേശുവെ നന്ദി, യേശുവെ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞ ഹാലേലൂയ. ഇന്ന് നമ്മളൊരു സ്വർഗസ്നാപിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് ലിൻസി എന്ന മകൾക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് ബുദ്ധിമുട്ടും വേദനകളും അവൾ അനുഭവിക്കുന്നുണ്ട്. അവളുടെ കുടുംബത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് എല്ലാവരുടെയും നിയോഗങ്ങൾ ഈ സമയം സമർപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 8-9 തിരുവചനം. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹാലേലൂയ. വചനം പറയുകയാണ്, മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്തെന്നാണ് ഇതിൻ്റെ അർത്ഥം? ഈശോ പറയുന്ന വിതക്കാരൻ്റെ ഉപമ പറയുന്ന വളരെ സുപരിചിതമായ ഒരു അധ്യായമാണല്ലേ. വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് വളരെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഈശോ പറയുകയാണ് മറ്റു ചിലത്. അപ്പോൾ എല്ലാവർക്കും സാധ്യതകളുണ്ട്, എല്ലാവർക്കും അവസരങ്ങളുണ്ട്. ആര് ദൈവത്തെയും ദൈവവചനത്തെയും വിശ്വാസത്തോടെ സ്വീകരിക്കുന്നു അവർക്കെല്ലാം ദൈവരാജ്യത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ടെന്ന് ഈശോ പറഞ്ഞു വെക്കുകയല്ലേ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് അവസരം കിട്ടിയിട്ട് നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീടൊരു അവസരം നമുക്കുണ്ടാകുമോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരും ഈശോയുടെ വലിയ സ്നേഹത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ നിയോഗങ്ങളും അതുപോലെ ലെൻസി എന്ന മകളുടെ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.